ജീസസ് പ്രസൻസ് മൊമെന്റ്സ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ നിമിഷങ്ങൾ. യോഗ്യൻ വിടുവിപ്പാൻ ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും സമാധാനമേകുമൻ യേശുപരൻ. But there is one thing you need to do. നിങ്ങൾ ഒരു കാര്യം അതിനുവേണ്ടി ചെയ്യണം. Jesus is worthy of leading. യേശുവാണ് നിങ്ങളെ നയിക്കുവാൻ യോഗ്യൻ. But you need to follow Jesus. എന്നാൽ നിങ്ങൾ യേശുവിനെ പിൻഗമിക്കണം. Are you ready? നിങ്ങൾ അതിന് തയ്യാറോ? Okay. Clap your hands joyfully. എല്ലാവരും കരങ്ങളെ അടിച്ച്. നയിക്കുവാൻ യോഗ്യൻ വിടുവിപ്പാൻ ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും സമാധാനമേകുമൻ യേശുപരൻ. നയിക്കുവാൻ യോഗ്യൻ വിടുവിപ്പാൻ ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും സമാധാനമേകുമൻ യേശുപരൻ. തൻ പിൻപേ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. തൻ പിൻപേ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. ഹോപ്പ് ഇൻ ജീസസിന്റെ വിവിധ ശുശ്രൂഷയിലൂടെ യേശു ചെയ്ത അത്ഭുത വിടുതലിന്റെ സാക്ഷ്യം ശ്രദ്ധിച്ചാലും. എൻ്റെ പേര് ലിറ്റി എന്നാണ്. ഇതിപ്പം കുറെ നാൾ കൊണ്ട് ഒരു അലർജിയുടെ അലർജി കൊണ്ട് വന്നതാണ്. അപ്പൊ പസും അതുപോലെ തന്നെ അതിലൂടെ വെള്ളമൊക്കെ വരുമായിരുന്നു. അപ്പൊ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് മാറത്തില്ല, ചിലപ്പോൾ കുറെ നാൾ എടുക്കുമെന്നൊക്കെ പറഞ്ഞു. അത് അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ മീറ്റിങ്ങിന് വന്നപ്പോൾ അനീഷ് ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3 ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇത് പൂർണ്ണമായിട്ടും മാറി. Aren't you not excited? If you are affected with the same disease, you are going to be crying out to Jesus. നിങ്ങൾ ഇതേ അവസ്ഥയിൽ നിങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങൾ നിശ്ചയമായും ഇപ്പോൾ യേശുവിനോട് കരഞ്ഞു പറയുമായിരുന്നു. I know our dear doctor brother is here. എനിക്കറിയാം എന്റെ പ്രിയ സഹോദരൻ ഡോക്ടർ സഹോദരൻ ഇവിടെയുണ്ട്. Can you come forward and confirm that this is healed by Jesus? ദയവായി ഡോക്ടർ മുമ്പോട്ട് കടന്നു വന്ന് ഇത് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു എന്നൊന്ന് പരിശോധിക്കാമോ? These two see this. Jesus. Medical science definitely should take a long time to heal. Medical science definitely will take a lot of time to heal this. ഡോക്ടർ പറഞ്ഞത് ഇതാണ്, മെഡിക്കൽ സയൻസിന് ഇതിന് സൗഖ്യത്തെ കൊടുക്കാൻ കഴിയണമെങ്കിൽ ഇതിനധികം സമയമെടുക്കും. 1 second by Jesus. എന്നാൽ യേശുവിന്റെ ഒരു നിമിഷം മതി. 1 second by Jesus. യേശുവിന്റെ ഒരു നിമിഷം മതി. Can you all stand up and say hallelujah? Hallelujah. ഇതേ അത്ഭുതം ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി യേശു ചെയ്യും. വിശ്വാസത്തോടെ തുടർന്ന് ശ്രദ്ധിച്ചാലും. Greetings to all in the precious name of my Lord and Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാവരെയും അറിയിക്കട്ടെ. Let's turn our Bibles to Psalms chapter 75 verse 5, 6 and 7. സങ്കീർത്തനം 75ന്റെ 5-6 ഭാഗങ്ങളിലേക്ക് നമ്മുടെ വേദപുസ്തകം തിരിക്കാം. Verse number 5. 5-ാമത്തെ വാക്യം. Lift not up your horn on high, speak not with a stiff neck. നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ
സംസാരിക്കരുത്. If you read the word of God, ദൈവ വചനം നാം വായിക്കുന്നുവെങ്കിൽ you will find that the Bible is full of promises from my God. ദൈവത്തിൽ നിന്നുള്ള അനേകം വാഗ്ദത്തങ്ങളാണ് വേദപുസ്തകത്തിൽ തന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. It is written, ഇപ്രകാരം എഴുതിയിരിക്കുന്നു, I am the God that healeth thee. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. I will care for you. ഞാൻ നിനക്കായി കരുതിക്കൊള്ളും. I will protect you from all evil. എല്ലാ ദുഷ്ടതയിൽ നിന്നും ഞാൻ നിന്നെ കാത്തു പരിപാലിക്കും. I will lift you up. ഞാൻ നിന്നെ ഉയർത്തും. I will bear you. ഞാൻ നിന്നെ താങ്ങിക്കൊള്ളും. Bible is full of promises from God. ദൈവത്തിൽ നിന്നുള്ള അനേകം വാഗ്ദത്തങ്ങളെ വേദപുസ്തകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. But on the other side, എന്നാൽ മറുഭാഗത്ത് the Bible has lot of principles to be followed. വേദപുസ്തകത്തിൽ അനേകം കാര്യങ്ങൾ നാം ചെയ്യുവാനായി വേദപുസ്തകം നമ്മെ ആവശ്യപ്പെടുന്നു. To lead a successful Christian life, ഒരു ജയാളിയായ ക്രൈസ്തവ ജീവിതം നടത്തുവാൻ one, ഒന്നാമത് believe and claim the promises of God. ദൈവം നമുക്കായി തന്നിരിക്കുന്ന ഈ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുകയും അതിനെ നാം അവകാശമാക്കുകയും വേണം. Two, obey the principles of God. രണ്ടാമത് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ആ വാഗ്ദത്തങ്ങളെ നാം അനുസരിക്കുന്നവരായിരിക്കണം. If you read Psalms chapter 75, 5, 6 and 7, സങ്കീർത്തനം 75ന്റെ 5, 6, 7 ഭാഗം നാം you വായിക്കുന്നുവെങ്കിൽ will understand that God wants you to give you a promotion. ദൈവം നമുക്ക് ഒരു ഉയർച്ച തരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. A promotion may be in your work life, ചിലപ്പോൾ ഈ ഉയർച്ച നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കാം, maybe in your studies, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലായിരിക്കാം, maybe at your home, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലായിരിക്കാം, maybe in your ministry which you are doing. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയിലായിരിക്കാം. God wants to give you a promotion. ദൈവം നിങ്ങൾക്കൊരു ഉയർച്ച തരുവാൻ ആഗ്രഹിക്കുന്നു. But if you read verse 5, എന്നാൽ 5ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ God has given us a principle to be followed. ദൈവം നമ്മോട് അവിടെ അനുസരിപ്പാനായ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. It's written, lift not your horn on high. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിന്റെ കൊമ്പ് ഉയർത്തരുത് എന്ന്. What does that mean? എന്താണ് ഇത് കാണിക്കുന്നത്? Let us stress on the word horn. ആ കൊമ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഊന്നി സംസാരിക്കാം. Today I'll tell you what 3 type of horns are. 3 തരത്തിലെ കൊമ്പുകളെ കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാനിക്കാം. Number 1, ഒന്നാമത്, you must have seen animals having horns. മൃഗങ്ങൾക്ക് കൊമ്പുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. A rhinoceros, റൈനോസറസ്, deer, മാൻ, all these animals, ഈ മൃഗങ്ങൾക്കെല്ലാം they do not use their horns to love one അവർ another. പരസ്പരം സ്നേഹിപ്പാനല്ല അവരുടെ കൊമ്പ് They use ഉപയോഗിക്കുന്നത്. these horns to fight with one another. അവർ പരസ്പരം യുദ്ധം ചെയ്യുവാനാണ് അവർ ഈ കൊമ്പുകളെ It ഉപയോഗിക്കുന്നത്. shows an enmity between one another. അത് കാണിക്കുന്നത്, അത് ശത്രുത്വത്തെ കാണിക്കുന്നു. It creates enmity. അത് ശത്രുത്വത്തെ ഉണ്ടാക്കുന്നു. Similarly, അതുപോലെ തന്നെ today God looks at his people and says, ഇന്ന് ദൈവം തന്റെ മക്കളെ നോക്കി പറയുകയാണ്, my dear son, my dear daughter, എന്റെ പ്രിയ മകനെ, മകളെ, there should be no enmity in your heart with anyone. നിങ്ങൾക്ക് മറ്റുള്ളവരുമായി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശത്രുതയും ഉണ്ടാകുവാൻ പാടില്ല. When God says, lift up not your horn, ദൈവം നിങ്ങളോട് കൊമ്പ് ഉയർത്തരുത് എന്ന് ആവശ്യപ്പെടുമ്പോൾ God means you should not have enmity between one another. ദൈവം ഇപ്രകാരം അതിനർത്ഥമാക്കുന്നു, നിങ്ങൾക്ക് മറ്റുള്ള ആരോടും ഒരു ശത്രുതയും പാടില്ല. My dear brother and sister, എന്റെ പ്രിയ സഹോദര സഹോദരി, today examine yourself. ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിച്ചു നോക്കുക. If you're having enmity between anyone, നിങ്ങൾക്ക് ആരോടെങ്കിലും ശത്രുത്വമുണ്ട്, you're lifting your horn. നിങ്ങൾ നിങ്ങളുടെ കൊമ്പ് God ഉയർത്തുന്നവരായിരിക്കണം. does not like that. ദൈവം അത് ആഗ്രഹിക്കുന്നു.